ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെന്നൈക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 10-ാം തീയതി നൈറ്റ് 8 മണി 8:30 ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മളെ ട്രെയിന് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സീറ്റൊക്കെ. നമ്മൾ 4 പേരാണ് പോണത്. ഞാൻ, എൻ്റെ ഉപ്പച്ചി, ഉമ്മച്ചി, എൻ്റെ ബ്രദറ്, പിന്നെ എൻ്റെ കുട്ടി. അപ്പോൾ ചെന്നൈ വ്ലോഗ് ഡേ 1 ആണ് കേട്ടോ ഇത്. ഡേ 2, ഡേ 3 വീഡിയോ ഇതിൻ്റെ പിന്നാലെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇറങ്ങുന്ന സമയം തൊട്ട് നല്ല മഴയായിരുന്നു പുറത്ത്. നമ്മൾ പോണത് അറിഞ്ഞിട്ടാണോ പെയ്തതെന്ന് വരെ സംശയമായിപ്പോയി. അത്രക്ക് നല്ല ഫോഴ്സായിട്ടുള്ള മഴ തന്നെയായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ എളാപ്പാൻ്റെ വണ്ടിയിൽ തന്നെയായിരുന്നു നമ്മൾ സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോഴും നല്ല മഴ. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ട്രെയിന് വന്നു. നമ്മൾ കയറി. ആൻഡ് ഇതിൻ്റെ കുട്ടീൻ്റെ ആദ്യത്തെ എന്താ പറയുക ദൂരയാത്രയാണ്, അതും ട്രെയിനിൽ. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ കാണാനും എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവനും നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനെക്കൊണ്ട് ഒരു യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തിയിട്ടാണെങ്കിലും. അങ്ങനെ നമ്മൾ അവിടെ ഒരു 8:30 ഒക്കെ ആയപ്പോൾ എത്തി രാവിലെ. അവിടെ എത്തിയതും എൻ്റെ ചെരുപ്പ് പണി തന്നു ഗൈസ്. എൻ്റെ 2 ചെരുപ്പും പൊട്ടി. അവസാനം ഞാൻ ചെരുപ്പ് ഊരിയിട്ടാണ് ചെന്നൈയിലെ തെരുവോരങ്ങളിലൂടെ നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ എത്തിയിട്ട് റൂം തപ്പിയിട്ട് കുറേ ഒന്ന് നടന്ന് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ കുറേ റൂം കിട്ടാനുണ്ട്. പക്ഷെ അവിടെ തന്നെ എടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നമ്മൾ വിചാരിച്ചു അടയാർ പോയിട്ട് അവിടെ റൂം എടുക്കാമെന്ന്. കാരണം നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ അതെല്ലാം ഒന്നുകൂടി എളുപ്പം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ മെട്രോ കയറാൻ വേണ്ടി പോയി. മെട്രോ കയറി നമ്മൾ നേരെ അടയാർ പോയി. അവിടെ ആണ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി ഫ്രഷായി. അന്ന് തന്നെ നമ്മൾ LICൻ്റെ പേരിലൊരു ബോണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മച്ചി ഞാൻ കുട്ടിയാകുമ്പോൾ. അപ്പോൾ അങ്ങോട്ട് അതും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ പോയത്. ആൻഡ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു എവിടെയാണ് ഇതെന്നുള്ളത്. കാരണം നമ്മളിതിന് മുന്നേ പോയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ അവസാനം ഗൂഗിൾ മാപ്പൊക്കെ ചെയ്തിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത് എങ്ങനെ പിന്നെ അവിടെ പോയി കൂടിയതെന്ന്. അപ്പോഴാണ് അവർ പറയുന്നത്, നമ്മൾ അവിടെ പോയി കൂടിയതല്ല, അവർ വീട്ടിൽ വന്നിട്ട് കൂടി. അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ LIC കൂടാനൊക്കെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ കൂടിയതാണ്. അപ്പോഴാണ് എനിക്ക് കത്തിയത്, അങ്ങനെ ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ഓട്ടോ ഡ്രൈവർക്ക് മാപ്പൊക്കെ നോക്കി ഇതൊക്കെ വഴിയൊക്കെ പറഞ്ഞെടുത്ത് നമ്മൾ അവിടെ എത്തിയതും ലഞ്ച് ടൈമിലാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ നമ്മളവിടെ കുറേ നേരം പോസ്റ്റായി ഇരിക്കേണ്ടി വന്നു. എൻ്റെ കുട്ടി നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. പിന്നെ എൻ്റെ ഉപ്പച്ചിൻ്റെ ആധാർ കാർഡൊക്കെ ചോദിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആധാർ കാർഡ് ഉപ്പച്ചി എടുക്കാൻ മറന്നതല്ല, ആധാർ കാർഡിൻ്റെ പകരം ലൈസൻസാണ് കയ്യിലെടുത്തത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ പക്ഷേ ഫോണിൽ എന്തോ ഭാഗ്യത്തിന് ഫോട്ടോ എടുത്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിയാണ് ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ താഴെ തന്നെ ഉണ്ടായിരുന്നില്ല, കുറച്ചധികം തപ്പി നടന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ. ഞാനും ഉമ്മച്ചി അവിടെ തന്നെ ഇരുന്ന് അവർ പുറത്തൊക്കെ പോയി അതൊക്കെ സെറ്റാക്കി വന്ന് കൊടുത്ത്. എന്നിട്ട് നമ്മൾ പിന്നെ പുറത്തിറങ്ങി എന്തോന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 3:30 ടൈമിലാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. അങ്ങനെ അതിൻ്റെ താഴെ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല ചൂടോടുത്ത ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫീല്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം നിന്നിരുന്ന, അതായത് ഞങ്ങൾ അവിടെ ചെന്നൈയിൽ ആവുമ്പോൾ നമ്മൾ നിന്നിരുന്ന ആ ഭാഗത്തേക്ക് പോകാമെന്ന്
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ അവിടുന്ന് വേഗം എസ്കേപ്പ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സമയം കിട്ടി. അവൻ നമ്മൾ ബസ് പിടിച്ചിട്ട് നേരെ അങ്ങോട്ടാണ് ഇപ്പോൾ പോണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ തിരിച്ചങ്ങോട്ട് പോണത്. ഞാനല്ല, ഞങ്ങൾ 2015 ഞങ്ങൾ ലാസ്റ്റ് പോയത്. അന്ന് ഞാൻ 9th പഠിക്കുന്നത്. ആൻഡ് ഇന്നിപ്പോൾ എൻ്റെ കയ്യിലൊരു കുട്ടിയുണ്ട്. എൻ്റെ കല്യാണം പോലും ഞങ്ങൾ അവിടെ ഉള്ളവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പിണക്കവും പരിഭവമൊക്കെ അവർക്ക് അവിടെ പോയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത്രയും വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത്. അവിടെ കുറേ ആൾക്കാരുണ്ട് നമ്മൾ പരിചയമല്ല. ആൻഡ് ഇതെന്ന് പറയണത് റോഡ് നമുക്ക് നേരിട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല നമ്മളെ നാട്ടിലെ പോലെ. ഇതേപോലെ ഓരോരോ എന്താ പറയുക, ഓരോ കിലോമീറ്റർ കൂടുമ്പോൾ ഇതേപോലെ ഒരു ബ്രിഡ്ജ് ഉണ്ടാവും. ആ ബ്രിഡ്ജ് കൂടെ കയറിയിട്ട് വേണം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരിട്ട് അങ്ങനെ ക്രോസ് ചെയ്താലേ അവിടെ ഫൈനും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഈ റോഡിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൊക്ലാജിയ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. കാരണം നമ്മൾ ആ ടൈമിലൊക്കെ കുറേ നടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിലുള്ള എന്താ പറയുക, കുറച്ച് മൊമെൻറ്റ്സൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ചെറുതാവുമ്പോൾ നമ്മൾ കളിച്ച് നടന്ന ഏതൊരു നാട്ടിലാണെങ്കിലും അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റി ഇതിൽ കൂടെ നടക്കുമ്പോഴൊക്കെ. ആൻഡ് ഇവിടെയാണ് ഫിലിം സിറ്റി, പിന്നെ കുറേ കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും അതും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി പറ്റി. ഇവിടെയാണ് നമ്മൾ നിന്നിരുന്ന എക്സാക്റ്റ് സ്ഥലം എന്ന് പറയുന്നത്. നമ്മളാണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം അവരുടെ റിയാക്ഷന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നിരുന്നിട്ടാണ്. പക്ഷെ എന്താ പറയുക, അങ്ങനെ എല്ലാതും ക്യാപ്ചർ ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗായിട്ട് തന്നെ ചെയ്യണം വിചാരിക്കുന്നത്. പിന്നെ 2 ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ എല്ലാതും കൂടെ ഒറ്റ വീഡിയോ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ലോങ് ആവും. അപ്പോൾ അത് കാണുമ്പോഴും ബോറടിക്കും, പിന്നെ എനിക്കും ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡേ 1, ഡേ 2, ഡേ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാൻ വിചാരിച്ചത്. ആൻഡ് ഇതൊക്കെ എൻ്റെ ഉപ്പച്ചിൻ്റെ അവിടെ നിന്നിരുന്നപ്പോൾ ഉള്ള എന്താ പറയുക, ഫ്രണ്ട്സാണ്. അവരൊക്കെ കാണുമ്പോഴും കാണാൻ പറ്റിയതിലും ഒക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറേ കാലത്തിന് ശേഷം കാണില്ലേ, ആ ഒരു സന്തോഷം ഞങ്ങൾക്കും അതേപോലെ അവിടെ ഉള്ളവർക്കും ഉണ്ടായി. ഇതിന് മുന്നേ അതായത് അവിടെ ഇങ്ങനെ വാടകയ്ക്കൊക്കെ കുറേ പേര് വന്ന് നിന്ന് പോകുന്നുണ്ടെങ്കിലും ആർക്കും പിന്നീട് ഒരു ടച്ചും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെല്ലണ പോലെ അങ്ങനെ സംസാരിക്കുക അങ്ങനെ ഒന്നുമില്ല. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. ഇതാണ് ഞങ്ങൾ നിന്നിരുന്ന ആ ഒരു സ്ഥലം. ഈ ഒരു ഗേറ്റിൽ ഈ ഒരു റൂമിൽ ആ തലക്കലുള്ള ഇവിടെ ഒരു 3 റൂമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2 റൂമുള്ളൂ. ആ തലക്കിലൊരു റൂമുണ്ട്. അവിടെ ഇരുന്ന് ഞാനും എൻ്റെ കാക്കി, ഞാനും എൻ്റെ ഉമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ അയൽവാസികളാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ആ ചുമരൊന്നും അങ്ങനെ മൂടിയിട്ട് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. നമുക്ക് അങ്ങോട്ട് തലയിട്ട് നോക്കി സംസാരിക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ എന്താ പറയുക ഭാഗത്തും ഭയങ്കരമായിട്ട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കുട്ടീനെയൊക്കെ കാണാൻ പറ്റിയില്ല. അവർക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ കല്യാണം വരാത്തതിനൊക്കെ അവർക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. തെറ്റിയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ആദ്യം. പിന്നെ അങ്ങോട്ട് ശരിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ കണ്ട് മിങ്കിളായി. ഭയങ്കര സന്തോഷമായി അവർക്ക്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പുറത്തൊക്കെ ഉള്ള വീട്ടിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ പോയി കണ്ടു, സംസാരിച്ചു. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷമായി നമ്മളെ കണ്ടപ്പോൾ, കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ. ഇവിടുന്ന് കഴിക്കാൻ ചായയും അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ നമ്മളെ എല്ലാം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഇതിങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്രാവശ്യം നമ്മളിങ്ങനെ പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതായത് 10 വർഷം മുന്നേ പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മൊമെൻറ്റ്സൊക്കെ എൻ്റെ മനസ്സൊക്കെ ഇങ്ങനെ വന്ന് കുറച്ച് നേരം കൊണ്ട്. ഇവിടെയൊക്കെ എന്താ പറയുക, ഞാനും എൻ്റെ ബ്രദറൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി നടന്നിരുന്നൊക്കെ ഒരു സ്ഥലമാണിത്. ഇവിടെയൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്, അന്നത്തെ പോലെ ഒന്നുമല്ല ഇവിടെ, നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് കേട്ടോ. അവരൊക്കെ ഞങ്ങൾ വന്നിക്കണമെന്ന് കണ്ടപ്പോൾ വന്ന് സംസാരിച്ച് കുറേ നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഇവർ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, എന്താണ് സ്ഥലത്തിൻ്റെ പേരുകളൊന്നും അങ്ങനെ അറിയില്ല അവർക്ക്, പക്ഷെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ മോൻ പിന്നെ അവിടെ എന്താ പറയുക നല്ല കളിയിലായിരുന്നു, അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചിടില്ല. പിന്നെ എവിടെ പോയാലും ഉള്ള പരിപാടിയാണത്, എന്ത് കിട്ടിയാലും എടുത്ത് വലിച്ചെറിയുക, വായിക്കൊണ്ടുപോവുക. അതൊക്കെ അവിടെ പോയപ്പോഴും അതൊക്കെ തന്നെയാണ് അവസ്ഥ. അവനൊരു കുളി ഒരു ഉറക്കം ഒക്കെ പാസ്സാക്കിയിട്ടാണ് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് അവർ രസവും കൂട്ടി ചോറും പിന്നെ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അവനക്ക്. അതൊക്കെ കഴിച്ച് അവന് എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുട്ടിയാകുമ്പോഴുണ്ടായിരുന്ന ആ ഒരു ടൈം അവനും അതേപോലെ ആ ഒരു ടൈമിൽ ഇങ്ങോട്ട് വരാൻ പറ്റിയതിൽ എനിക്കും നല്ല സന്തോഷമുണ്ട്. അവരൊക്കെ എടുത്ത് എന്താണ് കുറേ നേരം വരെ കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇന്നെയും എൻ്റെ കാക്കാനൊക്കെ ഇതേപോലെ എടുത്തിട്ട് കൊണ്ടുനടന്നിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ മോനെയും അതേപോലെ എടുത്ത് കളിപ്പിക്കാനൊക്കെ കിട്ടിയ ഒരു ഭാഗ്യമുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ഒരു മോളുണ്ട്, അതായത് എൻ്റെ ഒരു വയസ്സിന് മൂത്തതാണ് എൻ്റെ കാക്കാൻ്റെ ഒരു വയസ്സിന് താഴെ. ഞങ്ങൾ 3 ആളും കൂടെ ഉള്ളൊരു ഫോട്ടോ ഒക്കെ ഉണ്ട്, ഞാൻ ഇതിൻ്റെ കൂടെ ആഡാക്കി കാണിച്ചു തരാം. അവൾ ജോലി കഴിഞ്ഞ് വരാൻ 8 മണിയാവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വരെ വെയിറ്റ് ചെയ്തതായിരുന്നു ഇവളാണ്. അപ്പോൾ അവൾ വന്ന് മോനൊക്കെ കളിപ്പിക്കാനൊക്കെ കുറേ നേരം ഇരുന്ന്. അവന് പെട്ടെന്ന് അങ്ങോട്ട് മിങ്കിളാവില്ല, കുറേ നേരമൊക്കെ കണ്ട് പരിചയമാവണം ആദ്യം, പിന്നെയാണ് അങ്ങോട്ട് എന്താണ് കൈ കാണിച്ചാൽ വരികയൊക്കെ ചെയ്യാം. അതുകൊണ്ട് കുറേ നേരം കുറച്ച് നേരം ഇപ്പോൾ അവിടെ നിന്നിട്ട് ആണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. அதான் அந்த டிவி எடுத்துட்டு ஒரு பொம்மை பொம்மைலாம் ரொம்ப அவ்வளோ பொம்மை வச்சுக்கிறாங்களா ஆண்டிய கவர்ல இருந்தா கவர் ஃபுல்லா பொம்மைங்க தான். ஒரு நிமிஷம் தான் அது பாப்பானா, அடுத்த நிமிஷம் புதுசுதான் வேணும். இங்க இந்த மாதிரி ஏதாவது எடுத்துவாங்க, இல்லைன்னா அடுத்த பாக்ஸ். എൻ്റെ ഉമ്മച്ചിയും ഉപ്പച്ചിയും എൻ്റെ കാക്കൊക്കെ നന്നായിട്ട് തമിഴ് പറയട്ടാ. എനിക്കും അറിയാം, പക്ഷെ നമ്മളോട് ചോദിച്ച് കഴിയുമ്പോൾ അതിന് എന്താ പറയുക അതേപോലെ ഉത്തരം പറയാനൊന്നും എനിക്ക് കിട്ടില്ല. കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞങ്ങോട്ട് ഒപ്പിക്കൽ. അവരൊന്നും അങ്ങനെയല്ല, വേഗം പറഞ്ഞങ്ങോട്ട് ഒഴിവാക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വായ തുറന്ന് സംസാരിക്കാനൊന്നും നിന്നിട്ടില്ല. എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ ചിരിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കാന്നല്ലാതെ. അങ്ങനെ പിന്നെ നമ്മൾ നൈറ്റ് ഒരു 8 മണി 8:30 ഒക്കെ ആകുമ്പോൾ അവിടുന്ന് റൂമിൽ തന്നെ പോന്ന് ഓട്ടോ വിളിച്ചിട്ട് നേരെ പോന്ന് അവിടെ പോയി ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് തന്നെ നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് റൂമിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഞാൻ പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ ഓൾറെഡി വയറ് നിറഞ്ഞ പോലെ ഇരുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കാര്യത്തിലൊന്നും കഴിക്കാനൊന്നും നിന്നില്ല. ഞാനൊരു കോഫി മാത്രം കുടിച്ച്. അവർ ഇങ്ങനത്തെ ഒരു കപ്പ് സോസറിലാണ് കോഫിയൊക്കെ തരിക. അങ്ങനെ പിന്നെ നമ്മൾ റൂമിൽ പോയി ഫ്രഷായി. അപ്പോൾ ഇന്നത്തെ ഡേ 1 വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഡേ 2 ഡേ 3 വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.